ലിച്ചൂസ് ടാരോ 1111ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ആഴ്ചയിൽ നിങ്ങളുടെ ലൈഫിലേക്ക് എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് വരാൻ പോകുന്നത് എന്നാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ആർക്ക് വേണമെങ്കിലും കാണാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് ആ ഒരു വീക്കിനുള്ളിലുള്ള ബ്ലെസ്സിങ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നമുക്കിവിടെ ആദ്യമായിട്ട് വന്നിട്ടുള്ളത് നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങൾ വളരെ പാഷനേറ്റ് ആയിട്ട് എന്തോ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അത് നിങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ച് പ്ലാൻ ചെയ്ത് അങ്ങനെ ചെയ്യുന്ന ഒരു കാര്യമൊന്നുമല്ല. വളരെ പെട്ടെന്ന് ഒരു ഇമ്പൾസ് നിങ്ങൾക്ക് വന്ന് ഇങ്ങനൊരു കാര്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്ന് കരുതി അങ്ങനെ ചെയ്യുന്നതാണ്. അതൊരു പക്ഷെ ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു കോഴ്സ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു 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 പുതിയൊരു കരിയർ അതിലേക്ക് ഉള്ള ഒരു സ്റ്റാർട്ടിങ് നിങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു പെട്ടെന്ന് ആയിട്ടുള്ള ഒരു പുതിയൊരു കാര്യത്തിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അത് നിങ്ങൾക്ക് വളരെയധികം പാഷൻ ഉള്ള ഒരു കാര്യം കൂടിയാണ്. ആരുടെ നിർബന്ധത്തിലോ ഒന്നുമല്ല, നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തില് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്ന അല്ലെങ്കിൽ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ കടക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് വളരെ പാഷനേറ്റ് ആയിട്ട് ഒരു വ്യക്തി, വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ചിലർക്ക് ഇത് ഒരു പുതിയ പേഴ്സണെ കാത്തിരിക്കുന്ന ആൾക്ക് ഇതൊരു പുതിയൊരു വ്യക്തിയാണ് വരുന്നത്. പുതിയൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു വ്യക്തി നിങ്ങളോട് വളരെയധികം അട്രാക്ഷൻ ഉള്ള ഒരു വ്യക്തിയാണ്, വളരെയധികം റൊമാൻറ്റിക് ഫീലിംഗ് ഉള്ള ഒരു വ്യക്തിയാണ്. അതും പക്ഷെ ഒരു കമ്മിറ്റ്മെന്റ് ഇഷ്യൂ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അത് മാത്രം നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ആ വ്യക്തിയെ അനലൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനായിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് ഒരു ജഡ്ജ്മെന്റ് വരുന്നുണ്ട് അവരുടെ ലൈഫിലേക്ക്. അതായത് ചില കേസ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്യുന്ന വ്യക്തികൾക്കാണെങ്കിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി വരുന്നതായിട്ട് കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചില വ്യക്തികൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ചിലവർക്ക് ഇതൊരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോൾ ലെറ്റർ ആയിരിക്കാം, ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡർ ആയിരിക്കാം. അതുപോലെ തന്നെ ചില വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ലഭിക്കുന്നതായിരിക്കാം. നിങ്ങൾ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കുന്നതാണ്, ഒരു മെന്റൽ ക്ലാരിറ്റി ലഭിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ കുറച്ചുകൂടെ ഇൻഡിപെൻഡന്റ് ആവുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഇൻഡിപെൻഡൻസി എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ ആയിട്ട് നിങ്ങൾ വളരെയധികം മെച്യൂർ ആവുന്നു. അതായത് നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ തളർന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ നിങ്ങളുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയിലാണ്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി, അതായത് അത്രയധികം ഒരു ഇമോഷണലി സ്റ്റേബിൾ അല്ലാതിരുന്നിരുന്ന വ്യക്തികളെല്ലാം ഇമോഷണലി സ്റ്റേബിൾ ആവുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ചില വ്യക്തികൾക്കൊക്കെ റിലേഷൻഷിപ്പിലൊക്കെ കൃത്യമായിട്ടുള്ള ബൗണ്ടറി, ആളുകളെ വേർതിരിച്ചറിയാൻ, അവരുടെ രീതികൾ എന്താണ് അല്ലെങ്കിൽ അവർ ഏത് തരം ആളുകളാണെന്ന് മനസ്സിലാക്കാനും അതിനനുസരിച്ച് കൃത്യമായ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് അവരുമായിട്ട് ഇടപഴകാനും എല്ലാം സാധിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വരുന്നു. അതുപോലെ നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ മടിച്ചിരുന്ന കാര്യങ്ങളിൽ ഒരു ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് വളരെ ഡീപ്പായിട്ടുള്ള ഒരു റൊമാൻറ്റിക് ലവ് നിങ്ങളിലേക്ക് വരുന്നു. അത് പുതിയ വ്യക്തികളെ കാത്തിരിക്കുന്നവർക്ക് പുതിയ വ്യക്തിയാണ്, അല്ല എങ്കിൽ ഇത് നിങ്ങളുടെ ഒരു പാസ്റ്റ് പേഴ്സണുമാണ്.
ഓക്കെ. എന്ത് തന്നെ ആയാലും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് വളരെ ഡീപ്പായിട്ടുള്ള ഒരു ലവ് ആണുള്ളത്. ഒരു റൊമാന്റിക് ഫീലിംഗ് ആണുള്ളത്. അതുപോലെ തന്നെ ഒരു വളരെ നല്ലൊരു ഫയർ എനർജി അവർക്ക് നിങ്ങളോടുണ്ട്. അതായത് അത്രയും അട്രാക്ഷൻ ഉണ്ട്. ഒരു ഫിസിക്കൽ അട്രാക്ഷനും അവർക്ക് നിങ്ങളോടുണ്ട്. കൂടാതെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമല്ല, ഒരു സ്പിരിച്വൽ കണക്ഷനും കൂടിയാണ് ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ നിലവിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആയിരിക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നതായിട്ട് കാണുന്നു. നിങ്ങൾക്ക് കുറച്ചും കൂടെ കമ്മിറ്റ്മെന്റ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും ഇല്ലായ്മ അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിൽ നല്ലൊരു ഹാർമണി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറും ഒന്നിച്ച് ഇരിക്കാനുള്ള ആ ഒരു ഒന്നിച്ച് താമസിക്കാനൊക്കെയുള്ള അങ്ങനെയുള്ള ഒരു അവസരമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ ഒരു പാർട്ട്ണറിനെ ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് വരും, ധാരാളം ചോയ്സസ് വരുന്നുണ്ട്. അപ്പോൾ ആ ചോയ്സസിൽ നിന്നൊക്കെ വളരെ കൃത്യമായിട്ട് ഒരു ഡിസിഷൻ എടുത്ത് നിങ്ങൾ വ്യക്തികളെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ട്, നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഒരു ബോണ്ട് വളരെ ഡീപ്പ് ആവുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ്സിലാണെങ്കിലും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് ആ ഒരു കുറച്ചും കൂടെ സ്ട്രോങ് ആയി മാറുന്നതായിട്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ് പാർട്ട്നേഴ്സുമായിട്ട്, അതുപോലെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ള നിങ്ങളുടെ കൊളീഗ്സുമായിട്ട്, അതുപോലെ നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ ക്ലാസ്മേറ്റ്സുമായിട്ട് ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ സ്ട്രോങ് ആവുന്നതായിട്ടും, അവിടെ നിങ്ങൾക്ക് നല്ല പാർട്ട്നേഴ്സിനെയൊക്കെ ലഭിക്കുന്നതായിട്ടും, അവർ തമ്മിൽ വളരെ ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അതായത് നിങ്ങളുടെ ബന്ധങ്ങളിലൊക്കെ ഒരു ഹാർമണി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് അവരുടെ ലൈഫിൽ ചില രീതിയിലുള്ള കോമ്പറ്റീഷൻ വരുന്നതായിട്ട് കാണുന്നത്, കോമ്പറ്റേറ്റീവ് എക്സാമുകൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് ഒരു പെർമനന്റ് ജോബിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സാം, അത് PSC പോലുള്ള എക്സാമുകളായിരിക്കാം. അതും അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സാം ആയിരിക്കും. അപ്പൊ അവിടെയൊക്കെ നിങ്ങൾക്ക് കൂടുതൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പരാജയ ഭീതിയൊക്കെ നിങ്ങൾക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ ചെറിയ ചെറിയ തോൽവികള് കാര്യങ്ങളൊക്കെ, അപ്പൊ ഒരു ചെറിയ ചെറിയ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ എക്സാം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാകും ചെറിയ ചെറിയ തോൽവികളിലൊന്നും തളർന്നു പോവാതെ നിങ്ങൾ കൂടുതൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുക എന്നാണ് പറയാനുള്ളത്. എന്തു തന്നെ ആയാലും അവസാനം വിജയം നിങ്ങൾക്കൊപ്പമാണ്. അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് ഇവിടെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ചില കോമ്പറ്റീഷൻസ് വരുന്നുണ്ട്. മാർഷൽ ആർട്സ് ഒക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന വ്യക്തികൾക്കൊക്കെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോമ്പറ്റീഷനിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ട്. അതിലൊക്കെ നിങ്ങൾക്കൊരു വിജയം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ. അതുപോലെ നിങ്ങളുടെ കൊളീഗ്സുമായിട്ടൊക്കെ ചില വാക്കുതർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അതുപോലെ തന്നെ ആ ഒരു നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ചില കോമ്പറ്റീഷൻ, അത് പുറത്ത്, അതായത് ഫിസിക്കലി എന്നല്ല, മെന്റലി ഉള്ള ഒരു കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ അതെല്ലാം പേഴ്സണലി എടുക്കാതിരിക്കുക എന്നാണ് പറയാനുള്ളത്. അതൊരു ഹെൽത്തി കോമ്പറ്റീഷൻ ആയിട്ട് കാണുക. അതിൽ നിന്ന് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നിങ്ങൾ ആ രീതിയിൽ അതിനെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നാണ് നമുക്ക് ഇവിടെ പറയാനായിട്ടുള്ളത്. അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് അവരുടെ ലൈഫിൽ ഒരു റീയൂണിയൻ നടക്കുന്നുണ്ട്. അത് റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതിനുവേണ്ടി തയ്യാറായി, അതിനുവേണ്ടി വളരെ പോസിറ്റീവായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് പേഴ്സണിൽ നിന്ന് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരെ നിങ്ങൾക്ക് കാണാനുള്ള ഒരു അവസരം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പുതിയ റിലേഷൻഷിപ്പിന് വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും നിങ്ങളുടെ സെയിം വേവ് ലെങ്ത്തിലുള്ള ഒരു വ്യക്തി നിങ്ങൾക്ക് ഈക്വൽ അല്ലെങ്കിൽ മ്യൂച്വൽ ആയിട്ടുള്ള ആ ഒരു കണക്ഷൻ, അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണക്ഷൻ കിട്ടുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ അതേ രീതിയിൽ ചിന്തിക്കുന്ന, ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക്
അല്ലെങ്കിൽ സമയവും എല്ലാം ഈക്വലായിട്ട് നിങ്ങൾക്ക് തരാൻ കഴിയുന്ന അങ്ങനെയുള്ളൊരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്റ്റ് പേഴ്സൺ അവരുമായിട്ട് നിങ്ങൾക്ക് ഒരു മ്യൂച്വൽ ആ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ലവ് എന്ന് പറയുന്നത് കുറെ ഡീപ്പ് ആവുന്നതായിട്ടും നിങ്ങൾക്ക് ഒന്നിച്ച് കാണാനും ഒന്നിച്ച് സമയം ചെലവഴിക്കാനും എല്ലാം നിങ്ങൾക്കൊരു അവസരം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചില വ്യക്തികൾക്കൊക്കെ അവരുടെ ജോലിയിലൊക്കെ പ്രൊമോഷൻ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ അതില് നിങ്ങളുടെ കഴിവ് തെളിയിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ചില വ്യക്തികൾക്കൊക്കെ ഒരു സക്സസ് ആണ് ചില എക്സാമുകളിൽ അല്ലെങ്കിൽ ക്വാളിഫയിങ് എക്സാമുകളിൽ ഒരു സക്സസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നു. അതുപോലെ ചില ആളുകൾക്ക് പല രീതിയിലുള്ള റിവാർഡ് ലഭിക്കുന്നുണ്ട്. ചില വ്യക്തികൾക്കൊക്കെ ഗിഫ്റ്റ് ലഭിക്കുന്നുണ്ട്, അവരുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് ഗിഫ്റ്റ് ലഭിക്കുന്നു. അതുപോലെ ചില പാരിതോഷികങ്ങൾ ലഭിക്കുന്നു. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ വളരെ കാലമായിട്ട് നിങ്ങൾ കാണാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തികളെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു. നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളും ഒന്നിച്ച് നിങ്ങൾക്ക് ചെലവഴിക്കാനൊരു സമയം കിട്ടുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ സെയിം വേവ് ലെങ്ത്തിലുള്ള ഒരു പാർട്ട്ണറിനെ, ബിസിനസ് പാർട്ട്ണറിനെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതിലൂടെ ഒരു സക്സസ് നിങ്ങളുടെ ബിസിനസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ. അതുപോലെ പുതിയ ഫ്രണ്ട്സിനെ, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കുറച്ചുകൂടെ മെച്ചപ്പെടാൻ എല്ലാം ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ. അതുപോലെ ചില വ്യക്തികൾക്കൊക്കെ അവരുടെ ഫാമിലി ഒന്നിച്ച് നിൽക്കാനുള്ള ഒരു സമയം ആയിട്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ അകന്ന് ഹസ്ബൻഡ് വൈഫൊക്കെ അകന്ന് നിൽക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ പാരൻസിൽ നിന്നൊക്കെ അകന്ന് നിൽക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അവരുമായിട്ടൊക്കെ ഒന്നിച്ച് കൂടി നിൽക്കാനുള്ള ഒരു അവസരം വരുന്നുണ്ട്. ഓക്കെ. അപ്പം ഇവിടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ പാരൻസ്, ഹസ്ബൻഡ്, വൈഫ്, കുട്ടികള് അങ്ങനെയൊക്കെ ഉള്ള ഒന്നിച്ചുള്ള സന്തോഷത്തോടെയുള്ള ഒരു സമയം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെറ്റ്സിനെയൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് പെറ്റ്സിനെ വാങ്ങാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ചില വ്യക്തികൾക്കൊക്കെ അവരുടെ പൂർവികരിൽ നിന്നുള്ള സ്വത്തുക്കൾ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പൂർവികരുടെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഒരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ നല്ലൊരു സമയമായിട്ടാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ നിങ്ങൾ പുതിയ വീട് പണിയൊക്കെ കഴിഞ്ഞൊരു ഗൃഹപ്രവേശനമൊക്കെ നടക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഹെൽത്ത് ഒക്കെ വളരെയധികം ഇംപ്രൂവ്മെന്റ് ഹെൽത്തിനൊക്കെ വരുന്നുണ്ട്. അത് ഫിസിക്കലി, അത് സ്പിരിച്വലി, ഇമോഷണലി ഒക്കെ നിങ്ങൾക്കൊരു ബാലൻസ് വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് നമ്മളിവിടെ നേരത്തെ തന്നെ പറഞ്ഞു, ഒരു ഇന്റർവ്യൂ കോള് അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് ലെറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു ഡയറക്റ്റ് ഇന്റർവ്യൂവിന് പങ്കെടുക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ടായിരിക്കണം ഒരു പെർമനന്റ് ജോബിലേക്ക് എത്തിപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്, പെർമനന്റ് ജോബ് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി നിങ്ങളുടെ ലൈഫിന് വരുന്നുണ്ട്. അത് പെർമനന്റ് ജോബ് കിട്ടുന്നത് കൊണ്ടെന്ന് മാത്രമല്ല, അങ്ങനെയുള്ള വ്യക്തികൾക്ക് അങ്ങനെ അല്ലാതെ രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങൾ കുറച്ചുകൂടെ സെക്യൂർ ആവുന്നുണ്ട്. നിങ്ങൾ ജോലി ഇല്ലാതിരുന്ന ആളുകൾക്ക് ഏതെങ്കിലും രീതിയിലൊരു ജോലി കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ കുറച്ചും കൂടെ നിങ്ങളുടെ സാലറി സാലറിയിലൊക്കെ ഒരു ഇമ്പ്രൂവ്മെന്റ് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ പ്രൊമോഷൻ ലഭിക്കുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഒക്കെ നിങ്ങളുടെ ലൈഫ് മെച്ചപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ ചില വ്യക്തികൾക്ക് ലോങ് ടേം കമ്മിറ്റ്മെന്റ് വരുന്നുണ്ട്. അത് മാരേജ് ആണ്, എൻഗേജ്മെന്റ് ആണ്, ലോങ് ടേം ഇമോഷണൽ കമ്മിറ്റ്മെന്റ് ആണ്. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് രീതി, അതായത് ഒരു പുതിയ പ്രപ്പോസൽ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവരുടെ പാരൻസ് എല്ലാം ഇടപെട്ടുകൊണ്ട് അങ്ങനെ ഒരു അറേഞ്ച് മാരേജ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ആ രീതിയിലുള്ള ഒരു നല്ലൊരു സമയമാണ്, അത് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ലവ് മാരേജ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അവർക്കും ഇതുപോലെ അവർക്ക് ഒന്നാവാനുള്ള ഒരു അവസരം, അങ്ങനെ ഒരു നല്ലൊരു ടൈം വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൽ തന്നെ പാരൻസിന്റെ അംഗീകാരം ലഭിക്കാത്ത ആളുകൾക്കൊക്കെ പാരൻസിന്റെ ഒരു സമ്മതം ഒക്കെ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് ഇവിടെ അവര് കുറെ കാലങ്ങളായിട്ട്
ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ ഒരു സക്സസ് ഇതുവരെ കിട്ടിയിട്ടില്ല. അത് ഒരുപക്ഷെ ഇതുപോലെ എക്സാം ആയിരിക്കാം. ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങൾ ഒരു വ്യക്തി നിങ്ങളൊന്ന് പോയി ആ വ്യക്തിയെ നിങ്ങൾ കാത്ത് ഇരിക്കുന്ന ഒരു ആളായിരിക്കാം. അപ്പൊ അതിലൊക്കെ നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ട് കൊണ്ട് തളർന്ന ഒരു അവസ്ഥയിലായിരിക്കാം. ചിലപ്പോൾ ബിസിനസ്സിൽ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടും അതിലൊരു ഉയർച്ച വരാതെ അതിന് ആകെ തളർന്നിരിക്കുന്ന വ്യക്തികളായിരിക്കാം. ഓക്കെ. അപ്പോ ഇവിടെ നിങ്ങൾ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ആകെ മടുത്ത് അതൊന്ന് ഡ്രോപ്പ് ചെയ്യണോ എന്ന് പോലും ചിന്തിക്കുന്ന ഒരു അവസ്ഥ വരേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടാകും. അത്രയും നിങ്ങൾ തളർന്നു പോയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് സക്സസ് തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം നിങ്ങൾ സക്സസിന്റെ വളരെ തൊട്ടടുത്താണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് നിങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിക്കാതിരിക്കുക എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഒരു എക്സാമിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തികളാണെങ്കിൽ അതിന്റെ അവസാനമായിട്ടുള്ള ഒരു ലാസ്റ്റ് പുഷ് അത് നിങ്ങൾ ചെയ്യുക തന്നെ വേണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വിജയം നിങ്ങളുടെ കൂടെ തന്നെയാണ്. ഓക്കെ. അതുപോലെ ബിസിനസ് ആയാലും നിങ്ങൾ അവസാനമായിട്ട് നിങ്ങൾ ചെയ്യാനുള്ള ആ ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും നിങ്ങൾക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾക്ക് ഇന്ന് ഇപ്പൊ ഇവിടെ കിട്ടിയിരിക്കുന്നത് പ്രകാരം നിങ്ങളത് ഡ്രോപ്പ് ചെയ്ത് പോകണം എന്ന് നമുക്ക് ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് കുറച്ചും കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. നിങ്ങൾക്ക് അത് ആ ഒരു വെയിറ്റിംഗ് വർത്തായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ. അത് ആരെയും നിർബന്ധിക്കുന്നതല്ല. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതിനനുസരിച്ചുള്ള ഡിസിഷൻ നിങ്ങൾ എടുക്കുക എന്ന് മാത്രമാണ് റിലേഷൻഷിപ്പിൽ പറയാനുള്ളത്. ഓക്കെ. അപ്പൊ എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് ഒരു കറേജ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വിശ്വാസം വരുന്നുണ്ട്. എനിക്കിത് നേടാൻ കഴിയും, ഈ ഒരു സക്സസിലേക്ക് എനിക്ക് എത്താൻ കഴിയും എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. അതിനുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഒരു ഗ്രോത്ത് തന്നെയാണ് നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നത്. ഏത് കാര്യമാണെങ്കിലും ഒരു ഗ്രോത്ത് ആണ് നിങ്ങളിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ പലർക്കും ഇവിടെ പല കാര്യങ്ങളും ബാലൻസ്ഡ് അല്ലാതെ നിന്നിരുന്ന പല കാര്യങ്ങളും ബാലൻസിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻഡ്യൂഷൻ വളരെയധികം വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വിശ്വസിക്കാം, നിങ്ങളുടെ ഇൻഡ്യൂഷനിൽ വിശ്വസിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാളിൽ നിന്ന് ഒരു അഡ്വൈസ് നേടേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങളുടെ ഇന്നർ വോയിസ് എന്താണെന്നുള്ളത് ശ്രദ്ധിക്കുക. നിങ്ങൾ കുറച്ചുകൂടെ സ്പിരിച്വലി ഇംപ്രൂവ് ആവുന്നതായിട്ട്, സ്പിരിച്വലി ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അത് മതപരമായിട്ടുള്ള ഒരു കാര്യമല്ല. സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ ഒരു സോൾഫുൾ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ്. നിങ്ങളുടെ സോൾ ഗ്രോത്ത് ആവുന്നതാണ്. അതായത് നിങ്ങളിൽ തന്നെ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഇൻഡ്യൂഷനെ, നിങ്ങളിൽ നിന്നുള്ള ഇന്നർ വോയിസിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ടൈം കണ്ടെത്തുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു ഡിവൈൻ ഫെമിനൈൻ ആ ഒരു എനർജീനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു ഇൻഡ്യൂഷൻ വളരെയധികം ഇംപ്രൂവ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അല്ലെങ്കിൽ ആ ഒരു ഇൻഡ്യൂഷനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു നല്ലൊരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അൺക്ലിയർ ആയിരുന്ന പല കാര്യങ്ങളും, നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ആരുടെയും സഹായം കൂടാതെ തന്നെ നിങ്ങൾക്ക് തന്നെ അത് പലതും കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ബ്ലെസ്സിങ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിലെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജി നിങ്ങൾ ക്ലെയിം ചെയ്യുക. ഓക്കെ. അപ്പോൾ അടുത്ത റീഡിംഗ് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക.